പരിശോധിച്ചപ്പോൾ ഇതാ ഇതിൻ്റെ ഇങ്ങനെ ടൈറ്റായി ഇവിടെ എലാസ്റ്റിക് കൊടുത്ത കൈയാണുള്ളത്, കണ്ടല്ലേ? എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ എലാസ്റ്റിക്കുള്ള കൈയാകുമ്പോൾ ഇതിനുള്ളിൽ കൂടെ കൈയിട്ടാൽ നല്ല ടൈറ്റായി നിൽക്കും അല്ലേ? ഇവിടെ കറക്റ്റ് ടൈറ്റായിരിക്കും. അങ്ങനെ ടൈറ്റുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. ഇനി ലൂസായതാണെങ്കിൽ തന്നെ ഒന്നുകിൽ ഇങ്ങനെ അല്ല അടുക്കി ഈ രൂപത്തിൽ ഇവിടെ ബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കയറെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ മേൽപോട്ട് താഴ്ന്നു പോകാത്ത രൂപത്തിലാക്കുകയോ ചെയ്യണം. അപ്പോഴും ഈ ഭാഗം തുറന്ന രൂപത്തിലുള്ള നിസ്കാരക്കുപ്പായം ആണെങ്കിൽ നിസ്കാരം പാത്രമായിപ്പോൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്. മറ്റൊന്ന്, നിസ്കാരക്കുപ്പായം താഴേക്ക് ഇറക്കമില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ ഞെരിയാണിയുടെ താഴോട്ട് അത് നിലത്ത് പരന്ന് കിടക്കുന്ന രൂപത്തിൽ നമ്മൾ നിസ്കാരക്കുപ്പായം വേണം. അതിന് നീളം അത്രയും വേണം. പർദ്ദ ധരിക്കുന്ന രൂപത്തിലാവരുത് എന്നർത്ഥം. പർദ്ദ ധരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ നിസ്കാരക്കുപ്പായം ഉള്ളതെങ്കിൽ നിങ്ങൾ സുജൂദിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും കാലിൻ്റെ അടിഭാഗവും കാലിൻ്റെ പല ഭാഗങ്ങളും പുറത്ത് വരും. അവിടുത്തെ വെളിച്ചത്തായി നിസ്കാരം പാത്രമായി പോകും. നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറച്ച് നീളമുള്ള കൈയാവുകയും ഇവിടെ ടൈറ്റുള്ള രൂപത്തിലുള്ള നിസ്കാരക്കുപ്പായം തിരഞ്ഞെടുക്കുക. അതുപോലെ അല്പം നീളം കൂടിയതായിരിക്കുക നമ്മൾ ഉപയോഗിക്കേണ്ട നിസ്കാരക്കുപ്പായം, അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടു. ഇനി മറ്റൊന്നുള്ളത് മുഖമക്കനയുടെ വിഷയമാണ്.